हाय गाइस, तो कैसे हैं आप लोग गाइस? അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. Come on. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. നല്ല കാര്യം, എടുത്തോ, നല്ല കാര്യം, ഫുൾ സപ്പോർട്ട്. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയുന്നത് സോറി നല്ല ബീറ്റായിരുന്നു ജാസി. ഒന്നുകൂടി സോറി. കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയുന്നത് ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ്, ബർത്ത്ഡേ വിഷ്, കല്യാണ വിഷ് 2000 രൂപയ്ക്ക് ഇതൊന്നും അലിന്റെ ബാധ കൂടി. ഇതെന്ന് പറയുന്നത് കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പാവി എന്നടാ പേസറേ. ആദ്യം പറയണേ ഞാൻ ഒരു കൊച്ചിനെ ദത്തെടുക്കാൻ പോയത്, എന്നിട്ട് പറയണേ എനിക്കത് പറയേണ്ട ആവശ്യമില്ലെന്ന്. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് ടു സേ ഐ ആം മദർ. Proud to say mother, bro. I am proud to say I'm a mother. You are a father, right? നാളെ എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ കൺഫേം ഈ വീഡിയോ എന്തായാലും റിപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറയും. ഉറപ്പാണ്, 100% ട്രസ്റ്റ് ആണ്. വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെ അറിയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ നാടകം കാണിക്കുന്നത്? നിങ്ങൾ എന്നെ തുടക്കം പറയുന്നു എനിക്കൊരു കുട്ടീനെ ദത്തെടുക്കണം, എന്നിട്ട് പറയണേ എനിക്ക് അത് കൊച്ചിന്റെ അടുത്ത് പറയേണ്ട ആഗ്രഹമില്ലെന്ന്. എന്താ അവൻ വലുതായിട്ട് ഫോൺ എടുത്ത് റീൽ തോണ്ടൂലേ? നിങ്ങൾ ഈ പറയുന്നത് കേൾക്കത്തില്ലേ? ഇപ്പൊ നമ്മുടെ പേഷ്യൻ ഉമ്മുമാണ് തസ്തി എടുത്ത് കഴിച്ചിട്ട് നമ്മുടെ പേഷ്യൻ ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്ക്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്? വയറ് വലുതാക്കി കാണിക്കുന്നു. മുത്തേ എന്റെ കിങ്ങണി എന്റെ അമ്മയുടെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നത്? ഒരുത്തം വന്ന് ക്യാമറയും കൊണ്ട് വന്നിട്ട് ചോദിക്കണം, ജാസി പ്രഗ്നന്റ് ആണോ? ജാസി വൊമിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇതാണോ നിങ്ങൾ ദത്തെടുക്കാനുള്ള ഫോർമാറ്റ്? നിങ്ങൾക്ക് ഇപ്പൊ അച്ഛനാവണമെങ്കിലും അമ്മയാവണമെങ്കിലും രണ്ടച്ഛനാവണമെങ്കിലും ഒരു അമ്മയും ഒരു അച്ഛനാവണമെങ്കിലും അത് നിങ്ങൾ പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണലായിട്ട് കൊണ്ടുപോകും. എന്തിനാണ് സ്ത്രീകളെ ഗർഭിണികളെ കളിയാക്കുന്നത്? ഫേമസ് ആവാണെങ്കിൽ നടക്കട്ടെ. ചേച്ചി കുറെ പറയാം, എനിക്ക് പ്രീ പ്രൊമോഷൻ അല്ലേ? പി പ്രമോച്ച് അല്ലല്ല, ജി ഗണേഷ്. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇത് ബേസ് ചെയ്ത് ഈ ഒരു പോസ്റ്റിൽ ഞാനൊരു കമന്റ് ഇട്ടായിരുന്നു. ആ കമന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ കളിയാക്കുന്നത് ഇതൊക്കെ ചുമ്മാ ഇല്ല, നോർമലായിട്ട് എല്ലാവർക്കും എല്ലാ മണ്ണുകൾക്കും കയറി ഈ പ്രസവം പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിപ്ലൈസ് വന്നായിരുന്നു. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യം, ഞാനൊക്കെ ഒരു കുഞ്ഞു ആവയ്ക്ക് വേണ്ടി 4.5 വർഷമാണ് കാത്തിരുന്നത്. പോകാൻ ക്ഷേത്രങ്ങളില്ല, കാണിക്കാൻ ഹോസ്പിറ്റലില്ല. അവസാനം പൈസ തീർന്ന ഗതികേടായപ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന്, ദൈവം തരുന്നെങ്കിൽ തരട്ടെ എന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോക്ക് 1 വർഷത്തോളം നിർത്തി ദൈവം ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ 2025 ജനുവരി 25 പ്രഗ്നൻസി പോസിറ്റീവായി. ഈ സെപ്റ്റംബർ 4 ഒരു പൊന്നുമോൾക്ക് ജന്മം നൽകാൻ കഴിഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര സ്ത്രീകളെന്ന് അറിയാമോ ഇപ്പോഴും കൊച്ചുങ്ങളില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ അവർ വീണ്ടും സന്തോഷിക്കുന്നതാണ് നീ വിചാരിക്കുന്നത്. അങ്ങനെ നീ ഒരിക്കലും വിചാരിക്കണം. നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. നീ ഇപ്പോ ഇങ്ങനെ കാണി നോക്കി, നീ പെണ്ണാണെന്ന് പറയുന്നു, നിനക്ക് പ്രസവിക്കണമെന്ന് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നിനക്ക് പീരീഡ്സ് പെയിൻ എന്താണെന്ന് അറിയാമോ? ആ പെയിൻ നീ അനുഭവിച്ചിട്ടുണ്ടോ? ആ പീരീഡ്സ് വരുന്നതിന് മുന്നേ ഉള്ള പെയിൻ നീ അനുഭവിച്ചിട്ടുണ്ടോ? കൈവേദന, കാലുവേദന, മുട്ടുവേദന, ജോയിന്റ് വേദന, അതുവേദന, ഇതുവേദന, ബാക്ക് പെയിൻ, അങ്ങനെ ഇങ്ങനെ കുറെ വരും. അതൊക്കെ നീ സഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത് നീ പ്രഗ്നൻസി പെയിൻ അനുഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ പ്രസവിക്കുമ്പോൾ ആ ഒരു വേദന നിനക്ക് അനുഭവിക്കാൻ പറ്റുമോ? നിനക്കൊക്കെ താങ്ങാൻ പറ്റുമോ? ഇല്ല ബ്രോ. നിങ്ങൾ അഡോപ്റ്റ് ചെയ്തോ, നല്ല രീതിയിൽ വളർത്തിക്കോ, നമ്മൾ എല്ലാത്തിനും സപ്പോർട്ടാണ്. എന്ന് വെച്ച് കോമാളിത്തരം വേണ്ട. നല്ല പോലെ കൊണ്ടുവന്നു ആൾക്കാരെ കളിയാക്കാം. ഓക്കെ, പോട്ടെ, ബൈ.